ജ്ഞാനത്തിൽ നിന്നും നമുക്ക് ഏറ്റവും ആദ്യം ലഭിക്കുന്ന റിസൾട്ട് തൃപ്തി അഥവാ സാറ്റിസ്ഫാക്ഷനാണ്. പ്രോബ്ലംസ് വരും, ഒരുപാട് ചാലഞ്ചസ് വരും, ഇപ്പോഴും വരുന്നുണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. മാത്രമല്ല, ദിവസം തോറും പ്രശ്നങ്ങൾ വലുതാവുകയാണ് ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ പ്രോബ്ലംസ് വരുന്നത് വളരെ നാച്ചുറലാണ്. ബിസിനസ്സിലാണെങ്കിലും ബന്ധങ്ങളിലാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രശ്നങ്ങൾ വരേണ്ടത് ആവശ്യമാണോ അല്ലയോ? പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? പ്രോബ്ലംസ് വരാത്തിടത്തോളം കാലം ജ്ഞാനത്തെ ഉപയോഗിക്കാനുള്ള ഒരു ചാൻസും നമുക്ക് ലഭിക്കുകയില്ല. ശരിയല്ലേ? എല്ലാം വളരെ നന്നായി നടക്കുന്നുണ്ട്, എല്ലാവരും വളരെ നന്നായി പെരുമാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളിൽ ഈഗോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാക്കാനേ കഴിയുകയില്ല. നമ്മുടെ ഉള്ളിൽ വല്ല ചേഞ്ചസും വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? സ്കൂളുകളിൽ എക്സാംസ് എന്തിനാണ് വെക്കുന്നത്? വെറുതെ പഠിപ്പിച്ചു പോയാൽ പോരെ? പരീക്ഷകൾ വരിക തന്നെ വേണം. പരീക്ഷകൾ എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഏറ്റവും ആദ്യം എക്സാംസിന് താങ്ക് യു പറയണം. ഏറ്റവും ആദ്യം എക്സാംസിനോട് താങ്ക് യു പറയണം. പരീക്ഷകൾ വരാതിരുന്നാൽ പിന്നെ പരമാത്മാവ് നമുക്ക് നൽകുന്ന ജ്ഞാനത്തിനെ നമ്മൾ ഉപയോഗിക്കുകയില്ല. മാത്രമല്ല, നമ്മൾ ഏതുവരെ യൂസ് ചെയ്യുന്നില്ലയോ അതുവരെ അത് നമ്മുടേതായി മാറുകയുമില്ല. ഉപയോഗിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് ജ്ഞാനത്തിന്റെ ഒരു പോയിന്റ് മാത്രമാണ്. ജ്ഞാനത്തിന്റെ ഒരു പോയിന്റ്. ലോകത്തങ്ങനെയുള്ള ധാരാളം പോയിന്റ്സ് ഉണ്ട്. എന്നാൽ ആ ജ്ഞാനത്തിന്റെ പോയിന്റ്സ് നമ്മുടേതായി മാറുന്നത് എപ്പോഴാണ്? നമ്മൾ ആ പോയിന്റിനെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കുമ്പോഴാണ്. ഉപയോഗിക്കുന്നതുവരെ അത് ഭഗവാന്റെ ജ്ഞാനം മാത്രമായി നിൽക്കുന്നു, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടില്ല. അതുവരെ അത് ജ്ഞാനത്തിന്റെ പോയിന്റാണ്. സപ്പോസ് ദിവസവും ക്ലാസ്സിൽ വായിക്കുന്ന മുരളിയിൽ അവസാനം ഒരു വരദാനം വരും, സ്ലോഗൻ വരും. നമ്മൾ പറയും എത്ര നല്ല പോയിന്റാണ്. അതുവരെ അത് നല്ല പോയിന്റ്സ് മാത്രമാണ്. സപ്പോസ് മുരളിയിൽ ഒരു പോയിന്റ് വന്നു, ആരെങ്കിലും നിങ്ങളെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ശപിക്കുകയോ എന്തു തന്നെ ചെയ്താലും നിങ്ങൾ അവർക്ക് ആശീർവാദം നൽകണം. പോയിന്റ് കേൾക്കുമ്പോൾ തോന്നും എത്ര നല്ല പോയിന്റ്, എത്ര നല്ല വരദാനം. കേൾക്കാൻ വളരെ നല്ലതായി തോന്നും, നന്നായി തോന്നും. നമ്മളത് ബുക്കിൽ എഴുതി വയ്ക്കുകയും ചെയ്യും, മറ്റുള്ളവർക്ക് മെസ്സേജായി ഫോർവേഡ് ചെയ്ത് കൊടുക്കും. എന്നാൽ ആ പോയിന്റ് നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയായി എപ്പോഴാണ് മാറുന്നത്? ആരെങ്കിലും അവഹേളിക്കുമ്പോൾ. അവഹേളിക്കുക എന്നാൽ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ അവർ നമ്മളോട് പെരുമാറാതിരിക്കുക, നമ്മുടെ ഒപ്പം നിന്ന് മറ്റുള്ളവരോട് നമ്മുടെ കുറ്റങ്ങൾ പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിലുണ്ടായാൽ നമ്മൾ ഏറ്റവും ആദ്യം ആരോടാണ് നന്ദി പറയേണ്ടത്? ഭഗവാനോട് നമ്മൾ എന്തായാലും നന്ദി പറയും. അതിനു മുൻപ് നമ്മൾ ആരോടാണ് നന്ദി പറയേണ്ടത്? അവഹേളിച്ചവരോട്. നമ്മൾ അവരോട് നന്ദി പറഞ്ഞാൽ നമ്മളിൽ നിന്നും പോകുന്ന വൈബ്രേഷൻ എങ്ങനെയായിരിക്കും? നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പോയിന്റ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ലഭിക്കില്ലായിരുന്നു. പോയിന്റ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ലഭിക്കാതിരുന്നാൽ പിന്നെ എൻ്റെ ഈഗോ എങ്ങനെ ഇല്ലാതാകും? എല്ലാവരും പരസ്പരം നന്നായി പെരുമാറുകയാണെങ്കിൽ അവിടെ ജ്ഞാനത്തിൻ്റെ ആവശ്യം വരുന്നില്ല. നന്നായി പെരുമാറുന്നവരോട് നന്നായി തന്നെ തിരിച്ചു പെരുമാറാൻ ആർക്കും സാധിക്കും. എന്നാൽ എന്നോട് വളരെയധികം തെറ്റായി പെരുമാറിക്കൊണ്ടിരുന്നാലും നമ്മൾ അവരെക്കുറിച്ച് നല്ലത് തന്നെ ചിന്തിക്കുകയും അവരോട് നന്നായി പെരുമാറുകയും ചെയ്യുന്നതിനാണ് ശക്തി ആവശ്യമുള്ളത്. നമ്മൾ ഈ ശക്തിയെ എത്രയധികം ഉപയോഗിക്കുന്നുവോ അത്രയധികം നമ്മുടെ ഈഗോ കുറഞ്ഞു വരും. ആരെങ്കിലും വന്നു വളരെ സ്നേഹത്തോടെ നമ്മളെ വിഷ് ചെയ്യുന്നു, നമ്മളും തിരിച്ച് സ്നേഹത്തോടെ തന്നെ വിഷ് ചെയ്യുന്നു, അതിൽ വലിയ കാര്യമില്ല. എന്നാൽ ആരെങ്കിലും നമ്മുടെ മുൻപിലെത്തി വേണമെന്ന് വെച്ച് മുഖം തിരിച്ചു നിന്നാൽ നമ്മൾ കണ്ടു അവർ പേർപ്പസ്ഫുള്ളി ചെയ്യുകയാണെന്ന്. നമ്മളെ കണ്ടു, ഇഗ്നോർ ചെയ്തു, മുഖം തിരിച്ചു നിന്നു. അപ്പോഴാണ് നമ്മൾ പോയി സ്നേഹത്തോടെ സംസാരിക്കേണ്ടത്. പുറമെ മാത്രമല്ല, ഉള്ളിലും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈഗോ കുറഞ്ഞു വരാൻ തുടങ്ങും.
ജ്ഞാനത്തിന്റെ ലക്ഷ്യം തന്നെ പതുക്കെ പതുക്കെ ഈഗോ ഇല്ലാതാക്കുക എന്നതാണ്. ഈഗോയെ മെല്ലെ ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് കാണാനാവുള്ളൂ. ഒന്നും ചെയ്യാതിരുന്നാൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ, ജ്ഞാനം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വല്ല ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ടോ എന്നൊന്നും അറിയാൻ കഴിയില്ല. ആരെങ്കിലും നമ്മളോട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയോ വഞ്ചിക്കുകയോ ചെയ്താലും നമുക്കവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കാൻ കഴിയുമോ? മോശമായി ചിന്തിക്കാതിരിക്കാൻ ഒരുപക്ഷെ നമ്മൾക്ക് കഴിയും. പക്ഷെ അവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കേണ്ടി വരുമല്ലോ. കാരണം ആരുടെ ഒപ്പമാണോ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ളത്, അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക എന്നത് വളരെ ഇമ്പോസിബിൾ ആണ്. ഒരു സീറോ സ്റ്റേറ്റ് പോലെയാണ്. തീരെ ഓർമ്മ വരാതിരിക്കുക, നമ്മൾ അവരെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതിരിക്കുക, എന്തെങ്കിലും ഒന്ന് നമ്മൾ ചിന്തിക്കുക തന്നെ ചെയ്യും. മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്, പോസിറ്റീവ്, നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക എന്നത് എങ്ങനെ നടക്കും? അതുകൊണ്ട് നമുക്ക് നല്ലത് ചിന്തിക്കേണ്ടി വരുന്നു. കാരണം നല്ലത് ചിന്തിച്ചാൽ പിന്നെ നമ്മൾ മോശമായൊന്നും ചിന്തിക്കില്ല. പക്ഷെ നല്ലത് ചിന്തിച്ചില്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ ചിന്തിക്കും, ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ മുൻപിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നോക്കൂ, നല്ലത് ചിന്തിക്കുന്നതിൽ നിന്നും നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്നത് എന്താണ്? അവർ എന്നെ വേദനിപ്പിച്ചു. ഒന്നാമത്തെ കാര്യം, അവർ നമ്മളെ വേദനിപ്പിച്ചിട്ടില്ല. അവർക്കെന്താണോ ശരിയായി തോന്നിയത് അവർ അത് ചെയ്തു. അത് നമ്മളെ വഞ്ചിച്ചതാണെങ്കിലും, നമ്മളോട് നുണ പറഞ്ഞതാണെങ്കിലും, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പരത്തിയതാണെങ്കിലും, അവർക്കെന്താണോ ശരിയായി തോന്നിയത് അവർ അത് ചെയ്തു. ആരും ഒരിക്കലും വേണമെന്ന് വെച്ച് തെറ്റായ കാര്യങ്ങൾ ചെയ്യില്ല. ആ സമയത്ത് അവർക്ക് ആ തെറ്റായ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയെന്നാണ് തോന്നുന്നത്. അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നതിന് കൃത്യമായ ന്യായീകരണങ്ങളും ഉണ്ടാകും. ഒരു കുട്ടി തൻ്റെ പാരന്റിനോട് നുണ പറയുമ്പോൾ അവന് താൻ പറയുന്നത് തെറ്റാണെന്ന് തോന്നാറില്ല. കുട്ടി പറയും, വഴക്ക് കേൾക്കും, കേൾക്കാതിരിക്കാൻ നുണ പറയും. വഴക്ക് പറയാതിരുന്നാൽ നുണയും പറയില്ല. ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത്? എൻ്റെ ഓരോ പെരുമാറ്റങ്ങൾക്കും പിന്നിൽ എനിക്ക് കൃത്യമായ ന്യായീകരണങ്ങളും കാരണങ്ങളും ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് എത്ര തന്നെ തെറ്റായി തോന്നിയാലും അത് ചെയ്യുന്നവർക്ക് എപ്പോഴും ശരി തന്നെയാണ്. നമ്മൾ ടെററിസ്റ്റുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ സ്വന്തം ശരീരത്തിൽ ബോംബ് വെച്ചാണ് നടക്കുന്നത്. അവനവനെ ഇല്ലാതാക്കുന്നതിനൊപ്പം അനേകരെയും ഇല്ലാതാക്കുന്നു. ഇത് ഏത് ആംഗിളിൽ നോക്കിയാലും ശരിയായ കാര്യമാണോ? അല്ല, പക്ഷെ അവർ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നവർ 100% കൺവിൻസ്ഡ് ആണ്. അവർ സ്വന്തം ജീവൻ തന്നെ നൽകാൻ റെഡിയാകുന്നു. മുഴുവൻ ലോകവും തെറ്റാണെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന കാര്യം 100% ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ സ്വന്തം ജീവൻ നൽകാൻ റെഡിയാവുന്നു. അവർക്കെന്ത് ചെയ്യണമെന്ന് തോന്നിയോ അവരത് ചെയ്തു. ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കവരെ തടയാൻ കഴിയുമെങ്കിൽ തടയാം. ഇനി തടയാൻ കഴിയില്ലെങ്കിൽ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും സ്വയം ഏറ്റെടുക്കണം. ഞാൻ എത്ര കാലം ഉദാസീനമായിരിക്കണം? എത്ര കരയണം? എത്ര കാലം കരയണം? മാത്രമല്ല അവരെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണം? നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അവരെക്കുറിച്ച് തെറ്റ് ചിന്തിക്കുക എന്നത് നാച്ചുറലാണ്. ഇനി തെറ്റ് ചിന്തിക്കാൻ ലിമിറ്റുണ്ടോ? നമുക്ക് എത്ര മോശമായി വേണമെങ്കിലും ചിന്തിക്കാം, എത്ര മോശം ചിന്തകളും സൃഷ്ടിക്കാം. നമുക്ക് അവരുടെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യുന്നത് പോലും ചിന്തിക്കാം. ആളുകൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. എല്ലാം നശിച്ചു പോകട്ടെ, ഇല്ലാതാവട്ടെ. കാരണം നമ്മൾ വേദനിക്കുമ്പോൾ നമ്മൾ മറുഭാഗത്തുള്ള ആളുകളെക്കുറിച്ച് വളരെ മോശമായി തന്നെയാണ് ചിന്തിക്കാറുള്ളത്. പകരം നമുക്ക് അത്ര തന്നെ നല്ലത് ചിന്തിക്കാനും കഴിയും. ഇതാണ് മനസ്സിന്റെ ശക്തി.